ഫങ്ഷണൽ ബേസ് ക്ലാസിഫിക്കേഷനായ ലിക്വിഡിറ്റി റേഷ്യോ എന്നും ലിവറേജ് റേഷ്യോ എന്നാണ് കൂടുതലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറ് കേട്ടോ. അതിൽ ലിക്വിഡിറ്റി റേഷ്യോ എങ്ങനെയാണെന്ന് നോക്കാം. അതിനെ പിന്നെയും മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അബ്സല്യൂട്ട് റേഷ്യോ. അതിൽ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അബ്സല്യൂട്ട് റേഷ്യോ. ഇനി അതിൽ കറണ്ട് റേഷ്യോ എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് ആയിട്ടുള്ള ഇപ്പോഴത്തെ കറണ്ട് അസറ്റ്സ് ബൈ കറണ്ട് ലയബിലിറ്റി, സിമ്പിളായിട്ട് കറണ്ട് അസറ്റ്സ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ കറണ്ട് റേഷ്യോ കിട്ടും. അപ്പോൾ ഈ കറണ്ട് അസറ്റ്സ് ബൈ കറണ്ട് ലയബിലിറ്റി എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് ബൈ കറണ്ട് ലയബിലിറ്റി കറണ്ട് റേഷ്യോ കിട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഐഡിയലായിട്ട് ഈ കറണ്ട് റേഷ്യോ പറയുന്നത് 2:1 ആണ്. അതായത് 2 lakhs കറണ്ട് അസറ്റ്സിന് 1 lakh കറണ്ട് ലയബിലിറ്റിയെ പാടുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് ആ ഒരു ബിസിനസ് ഫോം സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ ഐഡിയൽ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി അടുത്തത് അതിൽ തന്നെ വരുന്നതാണ് ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോ വരുമ്പോൾ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് ക്വിക്കായിട്ട് നമ്മളതിൽ കറണ്ട് അസറ്റ് അല്ല എടുക്കുന്നത്. കറണ്ട് അസറ്റ്സ് ബൈ കറണ്ട് ലയബിലിറ്റി തന്നെയാണ് അതിൽ. പക്ഷേ ആ കറണ്ട് അസറ്റിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ചിട്ടാണ് കറണ്ട് അസറ്റായിട്ട് എടുക്കുക. അതേപോലെ തന്നെ അടിയിൽ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോഴും കറണ്ട് ആയിട്ടുള്ള ലയബിലിറ്റിയിൽ നിന്ന് നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ക്രെഡിറ്റും കുറച്ചിട്ടാണ് എടുക്കാറ്. അങ്ങനെ എടുത്താൽ ക്വിക്കായിട്ടുള്ള റേഷ്യോ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് അബ്സല്യൂട്ട് ക്വിക്ക് റേഷ്യോ. ഇതിൽ തന്നെ വരുന്നതാണ് അബ്സല്യൂട്ട് ക്വിക്ക് റേഷ്യോ. അത് ഇതിലും കൂടുതലായിട്ടുള്ള സൂപ്പർ ക്വിക്ക് അസറ്റ്സ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നാണ് അതിനെ പറയുക. സൂപ്പർ ക്വിക്ക് അസറ്റ്സ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ് അബ്സല്യൂട്ട് ക്വിക്ക് റേഷ്യോ. അപ്പോൾ അതിൽ സൂപ്പർ ക്വിക്ക് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും മാത്രമേ കണക്കാക്കാറുള്ളൂ. കറണ്ട് ലയബിലിറ്റി തന്നെ. അതിൽ ക്വിക്ക് അസറ്റ്സ്, സൂപ്പർ ക്വിക്ക് അസറ്റ്സിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഇത്രയും മാത്രം കണക്കാക്കിയിട്ട് ചെയ്യുന്നതാണ് അബ്സല്യൂട്ട് ക്വിക്ക് റേഷ്യോ. അതിൽ ഐഡിയലായിട്ട് നമ്മൾ കണക്കാക്കുന്നത് 0.5:1 ആണ് കേട്ടോ. അബ്സല്യൂട്ട് ക്വിക്ക് റേഷ്യോൻ്റെ 0.5:1. ക്വിക്ക് റേഷ്യോ 1:1 തന്നെയാണ്. കറണ്ട് റേഷ്യോ 2:1. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം റിപ്പീറ്റായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, താങ്ക് യു.